ഇന്ത്യ യു എസ് സ്വതന്ത്ര വ്യാപാര കരാർ ബഹിഷ്കരിക്കുക കർഷക സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി. ഇന്ത്യ യു എസ് സ്വതന്ത്ര വ്യാപാര കരാർ ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യവുമായി കർഷക സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ പ്രകടനം നടത്തി. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമികമായ ഒരു കരാർ ഫെബ്രുവരി മാസത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി. ആ കരാറിലെ വ്യവസ്ഥകൾ എന്താണ്? ഇതിലൊരു ഒരു ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കരാറിനെ സംബന്ധിച്ച് പാർലമെന്റിൽ എന്തെങ്കിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്തെല്ലാമാണ് ഈ കരാർ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മെച്ചം എന്നതിനെ പറ്റി സർക്കാർ ആരുമായും സംസാരിച്ചിട്ടില്ല. അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ച് വളരെ ഏകപക്ഷീയമായി അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന തരത്തിലുള്ള ഒരു കരാറാണ് വരാൻ പോകുന്നത്. അതിനെതിരായിട്ടാണ് കർഷകർ പ്രക്ഷോഭത്തിന്റെ പാത തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ കരാറിൽ ഒരു വില നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുമ്പോൾ 0 രൂപയാണ് നികുതി. 1 ഉറുപ്പിക നികുതിയില്ല. ഇന്ത്യ എന്തെങ്കിലും അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോഴോ 18% നികുതി. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ മനസ്സിലാകാത്ത യാതൊരു സംഗതിയും ഇതിനകത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടക്കാലത്ത് അമേരിക്ക ട്രംപ് 50% നികുതി ചുമത്തുകയുണ്ടായി. എന്ന് വെച്ചാൽ 100 ഉറുപ്പിക ഒരു സാധനം ഇന്ത്യ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൽ 50% 50 ഉറുപ്പിക കൂടി 150 ഉറുപ്പികവും. ആരാണ് ഈ സാധനം വാങ്ങിക്കുന്നത്? ഇതിനേക്കാൾ ചുരുങ്ങിയ വിലയ്ക്ക് അവിടെ കിട്ടുമ്പോൾ ആരാണ് ഈ സാധനം വാങ്ങിക്കുന്നത്? അപ്പൊ അത് വലിയ ചർച്ചയായി. 50% എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ തുകയാണ് എന്ന മട്ടിൽ വലിയ ചർച്ചയായി. എന്താണ് 50% നികുതി വർദ്ധിപ്പിക്കാനുള്ള കാരണം? അത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. ഇന്ത്യ എവിടുന്നാണ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്, എവിടുന്നാണ് മറ്റു സാധനങ്ങൾ വാങ്ങുന്നത് എന്ന് ഇന്ത്യയുടെ കാര്യമല്ലേ. അതിൽ അമേരിക്കയ്ക്ക് എന്താ കാര്യം? നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ട്രംപ് പറയുമ്പോ അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറയാൻ നട്ടെല്ലുള്ള ഒരു പ്രധാനമന്ത്രി, ഒരു സർക്കാർ ഈ രാജ്യത്തുണ്ടാവണ്ടേ? ഇന്ത്യൻ സർക്കാർ, നരേന്ദ്രമോദി 56 ഇഞ്ചുകാരൻ RSSകാരൻ കൊട്ടിഘോഷിക്കുന്ന വിശ്വഗുരു ട്രംപിന്റെ മുമ്പിൽ താണ് തൊഴുത് വണങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറച്ചു. പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല, കുറച്ചു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? 50% എന്നുള്ളത് 18% ആക്കി. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഫെബ്രുവരി മാസത്തില് ഈ കരാറിന്റെ കരാർ ഒപ്പുവെച്ച സമയത്ത് മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. എന്താ കൊട്ടിഘോഷിച്ചത്? ഇന്ത്യൻ വിജയം, നയതന്ത്ര വിജയം. 50% 18 ആക്കി കുറച്ചു. നമ്മുടെ നാട്ടിലെ RSSകാരെല്ലാം പ്രചരിപ്പിച്ചു. എന്താ വസ്തുത? ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് 2.5%-നും 3.5%-നും ഇടയിലാണ്. അതാണ് 50 ആക്കിയത്. അത് 18 ആക്കി. അപ്പോഴോ കുറയ്ക്കുക ചെയ്തത്. 2.5, 3.5 എന്ന് പറഞ്ഞാൽ ഏവറേജ് 3% എടുക്കാം. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 3% നികുതിയിൽ നിന്ന് 18% വർദ്ധിപ്പിച്ചു. ഇതാണ് കാര്യം എന്ന് പറയുന്നത്. അവിടുന്ന് ഇറക്കുമ്പോഴോ നികുതിയൊന്നുമില്ല. എത്ര ഏകപക്ഷീയമാണെന്ന് നോക്കി നോക്കൂ. അരി ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് അരിക്ക് പ്രശ്നമില്ല എന്നാണോ? അല്ല. അമേരിക്ക കാലങ്ങളായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ നെൽകർഷകർക്ക് ഉൾപ്പെടെ, കേട്ടോ, ഞാൻ നെല്ലിന്റെ കാര്യം ഇപ്പൊ പറയുന്നത്, ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സൗകര്യമുണ്ട്. അതിലൊന്ന് താങ്ങുവിലയാൽ. ഈ താങ്ങുവില പോരാ. ഇന്ത്യൻ സർക്കാർ കൊടുക്കുന്ന 23 ഉറുപ്പികയാണ്. അത് വേറൊരു കാര്യം. രണ്ടാമത്തെ സൗകര്യം എന്താ? നെല്ല് സംഭരണാൻ, അല്ലെ? സർക്കാർ സംഭരിക്കുന്നുണ്ട്, താങ്ങുവില കൊടുക്കുന്നുണ്ട്. അമേരിക്ക വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ 2 സംഗതികളും. ഏത് 2 സംഗതികൾ? മിനിമം സപ്പോർട്ട് പ്രൈസ്, MSP, താങ്ങുവില, സർക്കാരിന്റെ സംഭരണം. ഇത് രണ്ടും അന്താരാഷ്ട്ര വ്യാപാര കരാറിനെതിരായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യ നിർത്തലാക്കണം എന്ന് അമേരിക്കയുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ഈ കരാർ പ്രാബല്യത്തിൽ വന്നാൽ നമ്മുടെ നാട്ടിലെ നെൽകർഷകർക്ക് ലഭിക്കുന്ന നാമമാത്രമായ ഈ സൗകര്യം പോലും ഇല്ലാതാകുമോ എന്ന ഭയത്തിലാണ് ഇന്ത്യയിലെ കർഷകർ, കേരളത്തിലെ നെൽകർഷകർ, ശ്രീകൃഷ്ണപുരത്തെ വെളിവുള്ള നെൽകർഷകർ. അമേരിക്കയിലെ കർഷകരുമായി ഇന്ത്യയിൽ ഇപ്പൊ തന്നെ നടുവൊടിഞ്ഞു കിടക്കുന്ന കർഷകർക്ക് കോമ്പറ്റ് ചെയ്തുകൊണ്ട്
ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവിടെ മാർക്കറ്റിൽ വിറ്റ് ജേതാക്കളാകാൻ കഴിയില്ല. അമേരിക്കൻ കർഷകർക്ക് സാധിക്കും. എന്തുകൊണ്ടാ? അമേരിക്കൻ കർഷകർക്ക് അമേരിക്കൻ സർക്കാരിന്റെ പിന്തുണയുണ്ട്. ആ പിന്തുണയോടുകൂടി ഇവിടുത്തെ എന്താ കോലം? ഈ ഇത്തരമൊരു ഏകപക്ഷീയമല്ലേ ഈ കരാർ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഭാഗത്ത് 18%, ഒരു ഭാഗത്ത് 0% എന്ന് പറയുമ്പോ RSSകാർക്ക് BJPക്കാർക്ക് പിന്നെയും ലജ്ജയില്ലാതെ നരേന്ദ്രമോദിയുടെ മൂട് താങ്ങാൻ നാണം തോന്നുന്നില്ലേ? ഇന്ത്യക്കെതിരായി, ഇന്ത്യ സർക്കാരിനെതിരായി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായി നിരന്തരമായി ആക്ഷേപകരമായ കാര്യങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാചകം ഇന്ത്യ സർക്കാർ പറഞ്ഞോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞോ? ജയശങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു പോങ്ങനുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞോ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞോ? സ്വന്തം നിലയ്ക്ക് നരേന്ദ്രമോദി പറഞ്ഞോ? നിങ്ങൾ ഈ പറയുന്നത് കള്ളമാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നമുക്കറിയില്ല, അത്തരമൊരു ഫയലുണ്ട് നമുക്കറിയാം. കാരണം ആ ഫയല് മാധ്യമങ്ങളിലൊക്കെ ലീക്ക് ചെയ്ത് വരുന്നുണ്ട്. ആ ഫയലിൽ മോദിയുടെ പേരുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ ആ ഫയലിൽ മോദിയുടെ പേരുണ്ട് എന്നും അത് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ലോക ജനസംഖ്യയിൽ 20% മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് 20% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും മനുഷ്യരുടെ പ്രധാനമന്ത്രിയാണ് അല്ലേ? നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിന്റെ നേതാവ് ഇമ്മട്ടിൽ ആക്ഷേപിക്കുമ്പോൾ ആക്ഷേപിക്കപ്പെടുന്നത് ഇന്ത്യയാണ്. എന്നിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല. മിണ്ടാത്തതിന്റെ കാരണം ഇതാണോ എന്ന സംശയം ഇന്ത്യക്കാർക്കുണ്ടായാൽ ആ സംശയം ആരാ ദൂരീകരിക്കേണ്ടത്? ഇന്ത്യ ഗവൺമെന്റ് അല്ലേ? അത് ദൂരീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, എവിടെയൊക്കെയാണോ അമേരിക്ക ഒപ്പുവെക്കാൻ പറയുന്നത് അവിടെയൊക്കെ ഒപ്പുവെക്കുന്ന വെറും തൊമ്മികളുടെ ഒരു കൂട്ടമായി ഇന്ത്യ ഗവൺമെന്റ് അതപ്പതിച്ചിരിക്കാൻ. അമേരിക്കയ്ക്ക് മുൻപിൽ കുനിയാൻ പറഞ്ഞാൽ ഇഴയുന്ന, ഒന്നിനും കൊള്ളാത്ത ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് ഇന്ത്യയിലെ, കേരളത്തിലെ, ശ്രീകൃഷ്ണപുരത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ചുമതല കർഷക സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുണ്ട്. ഏരിയ പ്രസിഡന്റ് CN ഷാജു ശങ്കർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ, ഏരിയ P അരവിന്ദാക്ഷൻ, K ശ്രീധരൻ, R രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിഷേധ സൂചകമായി ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ചു. അധ്വാനിക്കുന്ന കർഷകരുടെ അവകാശങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്. ഇൻകുലാബ്